അല്ല പഠിച്ചോനെ നമ്മൾ എമ്പുരാൻ ഇറങ്ങിനെ അപ്പം പിന്നെ എമ്പുരാൻ്റെ കഥ പറയാനുള്ള പരിപാടിയാണ്. കഥ പറയാന്ന് പറഞ്ഞാൽ ആ കഥ ഒന്നായിട്ട് പറയണമെന്നില്ല കേട്ടോ. അപ്പോൾ കഥൻ്റെ എല്ലാവരും റിവ്യൂ പല കോലത്തിലും പറയുന്നുണ്ട്, പല ആൾക്കാരും പല കോലത്തിലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് തട്ടിമുട്ടി എടുത്ത വീഡിയോസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ. പക്ഷേ പടത്തിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇനി അത് ഇട്ടാണ് കോപ്പി റൈറ്റ് അടിച്ചാണ് ആകെ പുൽബലമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ എമ്പുരാൻ്റെ കഥ പറയുകയാണെങ്കിൽ എമ്പുരാൻ്റെ കഥ എന്ന് വല്ലാത്ത കഥയാണ്. സംഭവം എമ്പുരാൻ 3 കാണാൻ അങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകില്ല, അങ്ങനെയാണ് അവസ്ഥ. കാരണം വെച്ചാൽ പടമൊക്കെ അടിപൊളിയാണ്, മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതായത് എനിക്കൊരു ഫീൽ ആയത് എന്താ വെച്ചാൽ നല്ല ഹിന്ദി, നമ്മളെ തെലുങ്ക് പടവും നമ്മളെ ഹിന്ദി പടവും അതേമാതിരി ഇംഗ്ലീഷ് പടവും ഒക്കെ പടം ഇങ്ങനെ മിസ്സാക്കിയിട്ടൊരു പരിപാടി. ഇതെന്താ വെച്ചാൽ നമ്മളെ എന്താ പറയുക, നമ്മളെ KGF കാര്യങ്ങളൊന്നുമല്ല, ആ പടത്തിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. പക്ഷേ മലയാളം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് സെറ്റപ്പിലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ എനിക്ക് അതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഒരു പടം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കൊള്ളിച്ച മാതിരി ഒരു ഫീല്. പക്ഷേ പടം എന്താണ് മേക്കിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, അടാറാണ്. പിന്നെ നിങ്ങൾക്ക് പാണ്ടമാന സ്ഥലങ്ങൾ കാണാം, ഓരോ സ്ഥലത്തേക്കും നമ്മൾ ടിക്കറ്റ് എടുക്കാതെ അങ്ങോട്ട് പോവാം. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ യൂറോപ്പ് മുതൽ എല്ലാ സ്ഥലങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോവാം. സംഭവിച്ചാൽ ആ പടം അങ്ങനെ കണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ഇനി എമ്പുരാൻ 3 ആണ്, ഒരു പുതിയൊരു വില്ലൻ വരുന്നു. ഇത് മറ്റേ തെലുങ്കിൽ നമ്മൾ കുറേ അടിയും ഫൈറ്റിംഗ് കൊണ്ട് വെച്ചില്ല, അതേമാതിരി ഫൈറ്റിംഗ്. പക്ഷേ കഥക്കൊരു നമുക്ക് ആ ലൂസിഫറിൻ്റെ ആ ഫീൽ നമുക്ക് കഥക്കാണ്ട് കിട്ടില്ല. ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാട്ടോ, ഒന്നും പറയല്ല. കാരണം വെച്ചാൽ ആ ഒരു പ്രതീക്ഷ ഭയങ്കര ഹൈപ്പ് വെച്ചിട്ട് ആരും കാണാൻ പോകണ്ട, ഹൈപ്പ് ഇല്ലാതെ പോയി കണ്ടാൽ മതി. അപ്പോൾ നമുക്കൊരു ഫീലൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഫീലോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പിന്നെ ഇതെടുത്ത് പിന്നെ പൊങ്കാലിടാൻ വരുന്നത് നമ്മളുള്ളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് പറഞ്ഞിട്ട് ആരും എൻ്റെ തലയിൽ കയറണ്ട. സംഭവം എന്താ വെച്ചാൽ പടം കാണാനൊക്കെ പറ്റും, പക്ഷേ എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടു.